പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് വാസ് വൺ കൈൻഡ് ഓഫ് മൊമെൻറ്റ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തളർച്ച വരുന്നൊരു മൊമെൻറ്റാണത്. ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഒരു സംഭവം ഒരു ടച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പോലെ. പിന്നീട് എനിക്ക് അങ്ങോട്ട് ഭയം വന്നിട്ടില്ല. നമ്മൾ സ്വർണ്ണമേ ഉരച്ചു നോക്കാറുള്ളൂ, ഒരിക്കലും മൺകട്ട ഉരച്ചു നോക്കാറില്ല. സോ ദാറ്റ് മീൻസ് വി ആർ സോ സ്പെഷ്യൽ ടു ഹിം. ദാറ്റ് ഈസ് വൈ വി ആർ ഗിവൺ ദീസ് ഡിഫിക്കൽട്ടീസ്. ഹായ്, എൻ്റെ പേര് ബിന്ദിയ. ഞാനിവിടെ രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് കളമശ്ശേരിയിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ബേസിക്കലി എൻ്റെ നാട് കോതമംഗലത്താണ്. വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ. താമസം ജോലിയോട് സംബന്ധിച്ച് തൃപ്പൂണിത്തുറയാണ്. ഇനി എന്നെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു PhD ഹോൾഡർ, കമ്പ്യൂട്ടർ സയൻസിലൊരു PhD ആണ് ക്വിസാറ്റിൽ നിന്ന്. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീൻ ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, അതുകൂടാതെ അഡീഷണൽ IQAC കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് ചോദിച്ചാൽ ഒരു റോളർ കോസ്റ്ററാണ്. കുറേ ഹാപ്പിനെസ്സും കുറേയധികം ഡിഫിക്കൽറ്റിയുടെ ഒരു റോളർ കോസ്റ്ററാണ് എൻ്റെ ലൈഫ്. സോ ബേസിക്കലി ഒരു 10-20 വയസ്സ് വരെ ഐ വാസ് എപ്പിലെപ്റ്റിക്. അതിനുശേഷം പിന്നീട് എൻ്റെ PG കഴിഞ്ഞ് കോളേജിൽ ജോയിൻ ചെയ്തു, വിവാഹം കഴിഞ്ഞു. പിന്നീട് 2005-2006 കാലഘട്ടങ്ങളിലാണ് PhDക്ക് ജോയിൻ ചെയ്യുന്നത്. അതിന് ശേഷം മേ ബി 2007 അതാണ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ ഇത്ര അടുത്ത് ഞാൻ കാണുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ മരണത്തോടുകൂടിയാണ്. ഞങ്ങൾ 3 പേരാണ്, 3 പെൺകുട്ടികൾ. ഏറ്റവും ഇളയാളാണ് ഞാൻ. അപ്പോൾ രണ്ടാമത്തെ സിസ്റ്ററിന് ക്യാൻസർ വരുന്നതാണ് ആദ്യമായിട്ട് ഇത്ര അടുത്ത് ഞാൻ കാണുന്നത്. ആൾക്ക് ലിംഫോമയായിരുന്നു. ബർക്കിറ്റ്സ് എന്ന് പറയുന്നൊരു അഡ്വാൻസ്ഡ് വേർഷൻ, ഒരു സർവൈബിലിറ്റി കുറവുള്ളൊരു വേർഷനാണ് എൻ്റെ സിസ്റ്റർക്ക് വന്നത്. ദാറ്റ് ടൈം ഷി വാസ് 35. 2 കുട്ടികളുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ. വെല്ലൂർ CMCയിൽ ആദ്യത്തെ കീമോയോടുകൂടി തന്നെ ഷി കുഡിൻറ്റ് സർവൈവ് ഇറ്റ്. പിന്നീട് അങ്ങോട്ട് എന്താ പറയുക, ധാരാളം മരണങ്ങൾ. അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫാദർ ഇൻ ലോ എഗെയിൻ ക്യാൻസറിൻ്റെ ഒരു വേർഷനായിട്ടാണ് മരിക്കുന്നത്. ഫാദർ ഇൻ ലോയുടെ മരണശേഷം ഏകദേശം 1 മാസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫാദറിന് സുഖമില്ലാതെ കിഡ്നി സംബന്ധമായ അസുഖത്തോടുകൂടി മരണപ്പെട്ടു. അങ്ങനെ ടൂ മച്ച് ഓഫ് എന്താ പറയുക മരണങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു ജനനം ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ് ടൈം ഗോഡ് ബ്ലെസ്ഡ് മീ വിത്ത് ട്വിൻ ബോയ്സ്. അങ്ങനെ 2010 എനിക്ക് ഇരട്ട കുട്ടികൾ, ആൺകുട്ടികളുണ്ടായി. ദെൻ അഗെയിൻ 2011 എത്തിയപ്പോഴത്തേക്കും എനിക്ക് നല്ല കൈവേദന. അത് പിന്നീട് ഡോക്ടറെ അടുത്ത് കാണിക്കുകയും പിന്നീട് ഒരു പക്ഷേ സിസ്റ്ററിൻ്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാവാം ഒരു MRI എടുക്കാനായിട്ട് ഡോക്ടർ പറയുന്നത്. അപ്പോൾ MRI എടുത്തു, റിസൾട്ട് വന്നിട്ടില്ല. വന്നത് കോളേജിൽ വെച്ചാണ്. സത്യം പറഞ്ഞാൽ ആ റിസൾട്ട് ഹസ്ബൻഡ് വിളിച്ച് പറയുക ചെയ്തത്. ആൻഡ് ദാറ്റ് ടൈം ഇറ്റ് വാസ് ക്ലിയർലി മെൻഷൻഡ് ഇൻ ദാറ്റ് റിപ്പോർട്ട് ലിംഫോമ സംശയിക്കപ്പെടുന്നു എന്ന്. അപ്പോൾ എൻ്റെ ലൈഫിൽ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് വാസ് വൺ കൈൻഡ് ഓഫ് മൊമെൻറ്റ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തളർച്ച വരുന്നൊരു മൊമെൻറ്റാണത്. ദെൻ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക്, നാട്ടിലാണ് അന്ന് ഞങ്ങൾ ഉള്ളത്, മൂവാറ്റുപുഴയ്ക്ക് തിരിച്ചു പോവുകയും അന്ന് വൈകുന്നേരം വരെ എനിക്കൊരു കൈ എടുത്ത് ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള ഒരു ത്രാണി ഉണ്ടായിരുന്നില്ല. പക്ഷെ കരച്ചിലും ഒന്നുമില്ല, അത്രമാത്രം തളർന്നുപോയി. ബട്ട് ദാറ്റ് ഈവനിങ്, അന്ന് വൈകുന്നേരമായപ്പോഴത്തേക്കും ഐ ഡോണ്ട് നോ എങ്ങനെയാണ് ആ പവർ ദൈവം എന്നിലേക്ക് തരുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എൻ്റെ മാഡം, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ബുഷ മാമിൻ്റെ ഒരു കോളിലൂടെ ആകാം, അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം ഞാൻ ഒരു പള്ളി, തുറന്നു കിടക്കുന്ന ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഒരു സംഭവം ഒരു ടച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പോലെ. പിന്നീട് എനിക്ക് അങ്ങോട്ട് ഭയം വന്നിട്ടില്ല. പിന്നീടാണ് ഡോക്ടർ ഗംഗാധരനെ കാണുകയും പലതരം ടെസ്റ്റുകൾ പറയുകയും, ടെസ്റ്റുകൾ പറഞ്ഞ ശേഷമാണ് ഒരു പ്രത്യേക ഇതെന്ന് പറയുന്നത് ഐ ഷുഡ് ടേക്ക് ബയോപ്സി എടുക്കാൻ. എൻ്റെ ലിംഫോമ ഒരു ലിംഫ് മാത്രമാണ് ശരിക്കും ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത്. ആ ഇൻഫെക്റ്റഡ് ആയ ലിംഫ് ഡയറക്റ്റായിട്ട് ലങ്സിൻ്റെ നടുക്കും ഹാർട്ടിനോട് വളരെ അടുത്തുമാണ്. അപ്പോൾ ആദ്യമേ ചെയ്തത് CT ആണ്. ഡൈ ഇൻഫ്യൂസ്ഡ് CT ചെയ്തപ്പോൾ
നമുക്ക് തന്നെ നമ്മുടെ മുഖത്തോട് കാണാം, നമ്മുടെ നെഞ്ചത്തോട്ട് ഈ FNAC എടുക്കുക, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷേ സംഭവം അത് ഫെയിലിയറായി. പിന്നീട് വേണ്ടി വന്നത് ഓപ്പണായിട്ട് ബയോപ്സി എടുക്കണം എന്നുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു മെഡിയസ്റ്റിനോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടർ എറണാകുളത്തില്ല. പിന്നീട് അത് അന്വേഷിച്ച് ഞങ്ങൾ കോട്ടയത്ത് പോയി. അതൊക്കെ സീരിയസ്ലി എനിക്കതിനെക്കുറിച്ച് ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയി സുഖമായിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, കോട്ടയം മെഡിക്കൽ കോളേജിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു ഫെസിലിറ്റി മേ ബി പ്രതീക്ഷിക്കരുത്, അതുകൊണ്ട് നിങ്ങൾ എറണാകുളത്ത് തന്നെ നോക്കണമെന്ന് അന്നത്തെ ഡോക്ടറായ ഡോക്ടർ ജയകുമാർ പറയണ്ടേ. പിന്നീട് ഡോക്ടർ നാസിർ കോഴിക്കോട് നിന്ന് വന്നിട്ടാണ് മെഡിക്കൽ സെൻറ്ററിൽ വെച്ചിട്ട് എനിക്ക് മെഡിയസ്റ്റിനോസ്കോപ്പി ചെയ്യുന്നത്. അതും ചെയ്തു. എനിക്ക് തോന്നുന്നു അത് ചെയ്തിട്ട് പോലും 2 ദിവസത്തിൽ കൂടുതൽ, എത്ര മേജർ സർജറി ആയിരുന്നിട്ട് പോലും 2 ദിവസത്തിൽ കൂടുതലൊന്നും ഞാൻ ലീവ് എടുത്തിരുന്നിട്ടില്ല. ഞാൻ കോളേജിൽ തിരിച്ച് ജോയിൻ ചെയ്യാനുണ്ടായത്. അതിനുശേഷമാണ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ബോൺ മാരോ, ഇതൊക്കെ ഒരു പ്രൊസീജിയറാണ്. അതിനുശേഷം അറൗണ്ട് 6 സൈക്കിൾസ്, അതായത് 12 കീമോയാണ് എഴുതിയത്. അന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത്, എനിക്ക് ഉള്ളത്, എൻ്റെ വീട്ടിലുള്ളത് 1 വയസ്സും 1.5 വയസ്സുള്ള 2 ഇരട്ട പിള്ളേർ, മൂത്തൊരു കുട്ടി, 5-5.5 വയസ്സുള്ളൊരു മോള്. ഇതെല്ലാം നിൽക്കുകയാണ് ഞാൻ ഈ ഒരു ഇതിലൂടെ കടന്നു പോകുന്നത്. എൻ്റെ PhD ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ സിനോപ്സിസ് ഒക്കെ വെച്ചിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്തും ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. എന്തുകൊണ്ടോ കോളേജിൻ്റെ സപ്പോർട്ടും നന്നായിട്ടുണ്ടായിരുന്നു. കീമോ എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1 മാസത്തിനുള്ളിൽ തിരിച്ചിവിടെ ജോയിൻ ചെയ്തു. ഒരു ആൾ ക്യാൻസറിലൂടെ കടന്നു പോകുമ്പോൾ അസുഖം ഒരു ഭയപ്പെടുത്തുന്ന ഫാക്ടർ തന്നെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം ആ സമയത്ത് നമുക്കുണ്ടാകുന്ന നമ്മുടെ മുടി പോകുന്നത് നമ്മൾ പറയും, പളനി പോയി ആളുകൾ മുടി മുറിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അഹം അത് എല്ലാം ഞാനെന്നുള്ള വിചാരം പോകാനാണെന്ന് പറയും. അതുപോലെ തന്നെയാണ് ക്യാൻസർ വന്നാൽ. ആ മുടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനെന്നുള്ള ആ ഒരു അഹംഭാവം എല്ലാം മാറും. കാരണം ഞാൻ പഠിപ്പിച്ച പിള്ളേരുടെ ഇടയ്ക്ക് ഞാൻ മുടി ഇല്ലാതെ വളരെ ചെറുതായിട്ട് മുടി വന്നിരിക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഞാൻ തിരിച്ചുകൂടെ ജോലി കയറുന്നത്. എൻ്റെ പരിചയം, എന്നെ 10-15 കൊല്ലമായി പരിചയമുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ഞാൻ അങ്ങനെ കയറി വന്നത്. എങ്കിലും ഐ കുഡ് സർവൈവ് ദാറ്റ്. എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ കരഞ്ഞ് ബഹളം വയ്ക്കുകയോ ഞാൻ ആരോടെങ്കിലും ഒരു സങ്കടം പറയുകയോ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ദൈവത്തിൻ്റെ ഒരു സഹായത്താലോടെയാണ് ഞാൻ തിരിച്ച് ജോയിൻ ചെയ്തത്. ഞാൻ 1 കൊല്ലത്തിനുള്ളിൽ തന്നെ എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്യും. അടുത്ത വർഷം ഞാൻ PhD ഹോൾഡർ തീസിസ് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. സോ എനിക്ക് തോന്നുന്നു ദൈവം ആ PhD കാലഘട്ടത്തിൽ എൻ്റെ ഒരു കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മരണവും സന്തോഷവും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു ആ PhD കാലഘട്ടം. എങ്കിലും ദൈവം പറയുന്ന ഒരു സിറ്റുവേഷൻ, ഞാൻ ഈ സമയത്ത് എല്ലാവരും ചോദിക്കും കീമോ ഉള്ള സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ തോന്നുന്നില്ല. ആ സമയത്ത് ഞാൻ ബേക്കിംഗ് പഠിക്കാൻ പോയി, ധാരാളം സിനിമകൾ കാണാൻ പോയി. അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ആ സമയത്ത് എന്നെ സഹായിച്ചത്. ഒന്ന് എൻ്റെ കുടുംബം സഹായിക്കുന്നത് തന്നെ. എൻ്റെ വീട്ടിൽ ആരും ഇതും പറഞ്ഞുകൊണ്ട് കരയോ സങ്കടം, ഒരു മകൾ നഷ്ടപ്പെട്ടിട്ട് കൂടി എൻ്റെ അമ്മ അതും പറഞ്ഞ് കരഞ്ഞിട്ടില്ല. ആരും ആ ഒരു അയ്യോ ഇത് സംഭവിച്ചല്ലോ എന്ന് കരുതി. കീമോയുടെ സമയത്ത് ആരെങ്കിലും എന്നെ കാണാൻ വരികയോ പ്രത്യേകിച്ച് യാതൊന്നുമില്ല. ഒരു ലൈക്ക് എ നോർമൽ ഡേ. ഇത് കേൾക്കുന്നവരിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ഒരു നോർമലായി ഒരാളെ കാണാൻ എന്ന് കഴിയുന്നു, അന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അസുഖത്തെ നമ്മുടെ ഇടയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഡിസീസ്. പനി വരുന്നത് പോലെയോ ഷുഗർ വരുന്നത് പോലെയോ മറ്റൊരേതൊരു അസുഖത്തെ പോലെ നമ്മൾ അതിനെ കാണാൻ ശീലിച്ചാൽ ഈ രോഗി മാത്രം കണ്ടുകൊണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം രോഗിയുടെ കൂടെയുള്ളവർ കൂടി അങ്ങനെ കാണാൻ ശ്രമിക്കണം. ശരിയാണ്, ഇത് മെൻ്റലിയും ഫിസിക്കലിയും വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു ഡിസീസാണ്, ഭയപ്പെടുത്തുന്ന ഒന്നാണ്. പക്ഷേ ഈ ഒരു അനുഭവം പണ്ട് എപ്പോഴോ ഞാൻ TV-യിൽ കേട്ടൊരു സെൻറ്റൻസാണ്, ദൈവം സ്വർണത്തെയാണ് മനുഷ്യനെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കഷ്ടപ്പാടുകൾ തരുന്നതെന്ന്. അതിൻ്റെ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, നമ്മൾ സ്വർണമേ ഉരച്ചു നോക്കാറുള്ളൂ, ഒരിക്കലും മൺകട്ട ഉരച്ചു നോക്കാറില്ല. സോ ദാറ്റ് മീൻസ് വി ആർ സോ സ്പെഷ്യൽ ടു ഹിം, ദാറ്റ് ഈസ് വൈ വി ആർ ഗിവൺ ദീസ് ഡിഫിക്കൽട്ടീസ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ ഇതിലും കൂടുതൽ എൻ്റെ ലൈഫിൻ്റെ ഒരു
പേഴ്സ്പെക്റ്റീവ് മാറ്റാനായിട്ട് ക്യാൻസറിനെ പോലെ വേറെ ഒന്നിനും സാധിച്ചിട്ടില്ല. അതുവരെ നമുക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ, നമുക്കുണ്ടായിരുന്ന അതൊക്കെ ഇല്ലാണ്ടായി പെട്ടെന്ന്. ഇപ്പോൾ എനിക്കുള്ളത് മൊമെൻറ്റ് ഹാപ്പിനെസ്സാണ്. ഇപ്പോൾ ഉള്ള ലൈഫ്, ഇപ്പോൾ ഉള്ള മൊമെൻറ്റ് ജീവിക്കുക എന്നതിനപ്പുറത്തോട്ട് നാളെ ഇനിയൊരു ആംബീഷൻ, അതായത് ഇങ്ങനെ ആകണം എന്നുള്ളതെല്ലാം പേഴ്സണലി ഞാൻ അതൊക്കെ മറന്നു. ഇപ്പോൾ എനിക്കെല്ലാം വളരെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. ഇപ്പോൾ അതിൽ ഹാപ്പിയാണ്. ബിക്കോസ് ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ഈ പ്രഡിക്ഷൻ, അതായത് നാളെ ഇന്ന കാലത്ത് ഇന്നതാകുമെന്നുള്ളതിന് വലിയ പോയിൻ്റില്ല. ഇന്ന് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിയാൽ വീട് എത്തുമെന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യം മാത്രമാണ്, നമ്മുടെ ഒരു പ്രത്യാശ മാത്രമാണ്. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും അതുപോലെ ലൈഫ് കണ്ടാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വന്നതിനടുത്തോണം, അത്രയേ ഉള്ളൂ. ആർക്ക് എന്ത് വന്നാലും അതപ്പോൾ തന്നെ അതിന് ഡീൽ ചെയ്യുക. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു. ഈ ലോകത്താകെ ഒരു ട്രൂത്തേ ഉള്ളൂ, മരണം. അതിനെ നമ്മളിങ്ങനെ ഭയന്ന് ജീവിച്ചാലും അത് എത്രയും പെട്ടെന്നേക്ക് അടുത്ത് കിട്ടും. അല്ല, ഒന്നും കാര്യമല്ല. അതിൽ 1-2 പേരെന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് കീമോ തുടങ്ങുന്ന സമയത്ത്, ഡോക്ടർ ഗംഗാധരൻ്റെ പേഷ്യൻ്റായിരുന്നു ഞാൻ. കീമോ തുടങ്ങുന്ന സമയത്ത് ഡോക്ടർ എന്നെ ഒരാളെ ഫോൺ വിളിക്കാൻ പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മേഘ്ന എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയും ആ സമയത്ത് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു കൈയൊടിഞ്ഞ ഒരു 6 മാസം വീട്ടിലിരുന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ അങ്ങ് കരുതിയാൽ മതി. സത്യത്തിൽ അതാണ്, ഒരു കൈയൊടിഞ്ഞ നമ്മൾ വീട്ടിൽ പെട്ടുപോയാൽ എന്ത് സംഭവിക്കും, അത്രയേ ഉള്ളൂ ഇതെല്ലാം. ഇപ്പോൾ എനിക്ക് 43 വയസ്സായി. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഷ്ടപ്പാടുകളാണ് സത്യത്തിൽ എന്നെ ഏറ്റവും മുന്നോട്ട് നയിച്ചിരിക്കുന്നത്. ക്യാൻസറിൻ്റെ ഒരു എപ്പിസോഡോ എൻ്റെ പഴയ എപ്പിലെപ്സിയുടെ എപ്പിസോഡ്സൊക്കെ എന്നെ ശരിക്കും തളർത്തുകയല്ല ചെയ്തിരിക്കുന്നത്, എന്നെ മുന്നോട്ട് നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ക്യാൻസർ നെവർ ബ്രോട്ട് മീ ടു നീസ്, ആക്ച്വലി ബ്രോട്ട് മീ ടു ഫീറ്റ്. ഇതൊരു ഫേമസ് ക്യാൻസർ സർവൈവർ കോട്ടാണ്. എൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ഈ ഒരു 43 വയസ്സിനിടയ്ക്ക് എൻ്റെ 4 മേജർ സർജറീസ് കഴിഞ്ഞു. ബട്ട് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. മെൻ്റലി ഐ എം നോട്ട് അഫക്റ്റഡ്. ശരിയാണ്, ഭയമുണ്ട്, എല്ലാവരെ പോലെ എനിക്കും നല്ല ഭയമുണ്ട്. പക്ഷേ അത് ഓവർകം ചെയ്യാം എന്ന് തോന്നുന്ന ഒരു ഫീൽ കൂടി എനിക്കിപ്പോൾ ഉണ്ട്. നാളെ ഇത് കേൾക്കുന്നവരിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്, എന്ത് രോഗമായിക്കോട്ടെ, ചുറ്റിലുള്ള ആർക്കും ഇതിൻ്റെ ഈ രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നതാണ് ഏറ്റവും ഇഷ്ടം. എല്ലാവർക്കും നേച്ചർ ഹാസ് എ ബാലൻസിങ് ആക്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും ഉണ്ട്. സോ ഇതും മാറും. പണ്ട് നമ്മൾ വാട്സാപ്പിലൊക്കെ കാണുന്നല്ലോ, ബീർബലിനോട് ചോദിക്കുന്ന ഒരു ഇതുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ കാലഘട്ടവും കഴിയും, സന്തോഷമാണെങ്കിലും ആയിക്കോട്ടെ, ദുഃഖമാണെങ്കിലും ആയിക്കോട്ടെ. സോ ഐ തിങ്ക് ഓൾ ദീസ് എക്സ്പീരിയൻസസ് നിങ്ങളുടെ ലൈഫിലും ആയിക്കോട്ടെ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കോട്ടെ, അതെല്ലാം തളർത്തണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ തളർന്നു പോകും. അല്ല, ഇതൊന്നും നമ്മൾ തളർത്തുന്നില്ല എന്ന് വിചാരിച്ചാൽ യു ക്യാൻ ഡ്രോ എനർജി ഫ്രം ദിസ്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. So hope this helped and thank you.